വിശദാംശങ്ങളിലേക്ക്. വിവാദങ്ങൾക്കൊടുവിൽ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ശങ്കർ മോഹൻ രാജിവെച്ചു. രാജിക്കത്ത് ചെയർമാന് നൽകിയെന്ന് ശങ്കർ മോഹൻ അറിയിച്ചു. എന്നാൽ വിവാദങ്ങളുമായി രാജിക്ക് ബന്ധമില്ലെന്നും കാലാവധി തീർന്നതിനാലാണ് രാജിയെന്നും ശങ്കർ മോഹൻ വിശദീകരിച്ചു. രാജി സ്വാഗതം ചെയ്യുന്നതായി വിദ്യാർത്ഥികൾ പറഞ്ഞു. വിശദാംശങ്ങളുമായി അജി കുഞ്ഞുമോൻ ചേരുന്നു. അജി, ശങ്കർ മോഹൻ രാജിവെച്ചിരിക്കുന്നു. വലിയ വിവാദങ്ങൾ ഉണ്ടായ ഒരു സംഭവമാണ്. വിദ്യാർത്ഥികൾ പ്രതിഷേധത്തിലായിരുന്നു. പ്രത്യേകിച്ച് ജാതി വിവേചനം എന്നത് കാണ്ടിയാണ് പ്രതിഷേധിച്ചിരുന്നത്. എങ്ങനെ ഈ രാജി ഉണ്ടായി? ഫിജി, ജാതി വിവേചനം കാണിക്കുന്നുവെന്ന് വിദ്യാർത്ഥികൾ ആരോപണം ഉന്നയിച്ച കോട്ടയം KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ശങ്കർ മോഹൻ രാജിവെച്ചിരിക്കുകയാണ്. രാജിക്കത്ത് ചെയർമാനായ അടൂർ ഗോപാലകൃഷ്ണന് നൽകിയെന്ന് ശങ്കർ മോഹൻ അറിയിച്ചു. വിവാദങ്ങളുമായി രാജിക്ക് ബന്ധമില്ലെന്നാണ് ഈ ശങ്കർ മോഹൻ പറയുന്നത്. കാലാവധി തീർന്നതാണ് താൻ രാജിവെക്കാൻ കാരണമെന്നും സർക്കാർ തലത്തിൽ തന്നോട് രാജി ആവശ്യപ്പെട്ടില്ല എന്നും ശങ്കർ മോഹൻ വ്യക്തമാക്കുന്നുണ്ട്. 3 വർഷത്തെ കാലാവധി കഴിഞ്ഞു. അതിനുശേഷം ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് 1 വർഷത്തെ എക്സ്റ്റൻഷനായിരുന്നു. ഈ സമയപരിധി അവസാനിച്ചതിനാലാണ് രാജിവെച്ചതെന്നും ശങ്കർ മോഹൻ വിശദീകരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ രാജിക്കത്ത് സർക്കാരിന് കൈമാറിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുമ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നതിൽ സംവിധായകനായ അടൂർ ഗോപാലകൃഷ്ണനും ഒരു വിമുക്തത പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് സൂചന. അതായത് ചെയർമാൻ സ്ഥാനത്ത് നിന്നും അടൂർ ഗോപാലകൃഷ്ണൻ മാറാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അത്രയും. കാരണം അടൂർ ഗോപാലകൃഷ്ണൻ കൂടി ഈ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് കഴിഞ്ഞാൽ വലിയ വിവാദങ്ങളിലേക്ക് കാര്യങ്ങളെല്ലാം കടന്നു പോകുമെന്ന് സർക്കാർ തലത്തിൽ അറിയാം. അതുകൊണ്ട് തന്നെ സർക്കാർ തലത്തിൽ അടൂർ ഗോപാലകൃഷ്ണനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ശങ്കർ മോഹൻ ജാതി അധ്യക്ഷൻ നടത്തിയടക്കം ഗുരുതരമായ വിഷയങ്ങൾ ഉന്നയിച്ച് വിദ്യാർത്ഥികൾ 1 മാസത്തിലേറെയായി നടത്തി വന്ന സമരത്തിനിടെയാണ് രാജി പ്രഖ്യാപനം എന്നുള്ളത് നമുക്ക് എടുത്തു പറയണം. സമരവുമായി രാജിപ്രഖ്യാപനത്തിന് ബന്ധമില്ലെന്നാണ് ശങ്കർ മോഹൻ അറിയിച്ചത്. ഈ വാദം സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ തള്ളിയിരിക്കുന്നു. രാജിപ്രഖ്യാപനം കൊണ്ട് സമരം അവസാനിക്കില്ലെന്നും ഉന്നയിച്ച പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം വേണമെന്നും അതുവരെ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് വിദ്യാർത്ഥികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർക്കെതിരെ വിദ്യാർത്ഥികളും ജീവനക്കാരും ഉന്നയിച്ച പരാതി അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ട് നൽകിയത്. അതിൽ മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ആയിരുന്ന മുൻ ചീഫ് സെക്രട്ടറി കൂടി ആയിരുന്ന K ജയകുമാർ IAS-ഉം ഒപ്പം തന്നെ മുൻ നിയമസഭാ സെക്രട്ടറി NK ജയകുമാർ എന്നിവരടങ്ങുന്ന 2 അംഗ സമിതിയാണ് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയത്. വിദ്യാർത്ഥികളും ജീവനക്കാരും ഉന്നയിച്ച പരാതികളിൽ കഴമ്പുണ്ടെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് 2 അംഗ സമിതി സർക്കാരിന് നൽകി എന്നുള്ള തരത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഫിജി. ശരി, അജി കുഞ്ഞുമോൻ റിപ്പോർട്ട് ചെയ്യുന്നു. ശങ്കർ മോഹൻ രാജിവെച്ചിരിക്കുന്നു.